ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈസി ഒരു പൊട്ടറ്റോ ഫ്രൈ നോക്കിയാലോ. ഇതിപ്പോൾ ഞാൻ പൊട്ടറ്റോയും ഇട്ടിട്ടുണ്ട്, കുറച്ച് ചേനയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എളുപ്പം എങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കാവുന്ന. അപ്പം ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്. ഇതൊന്നല്ല, ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും കുക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് 1 pot 1 shot ഓപ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതി ചെയ്യുന്നത്. ഞാനിത് സലാലയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയം ആണ് ഞാനിത് ആദ്യമായിട്ടിത് കേൾക്കുന്നതും ഇതിനെപ്പറ്റി പഠിക്കുന്നതും. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇത് ചെയ്ത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സലാലയിൽ നിന്ന് പിന്നെ മാറിയിട്ടാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ ചൂടുകാലത്ത് ഭയങ്കര ചൂടും തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ നമുക്ക് എത്രയും വേഗം കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങണം എന്നൊരു ഫീല് മാത്രമേ വരുള്ളൂ. അപ്പോഴാണ് ഈ ഓപ്പോസ് എനിക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നത് അത് വെച്ചിട്ടായിരുന്നു അന്ന്. ഇന്നും ഞാൻ എല്ലാം ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെയാണ്. എനിക്ക് പറഞ്ഞു തന്നവരൊക്കെ എനിക്ക് വന്ന് ഇപ്പോൾ അതിൽ നിന്ന് മാറിയെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മൂട്ടിൽ അടി പിടിക്കാതിരിക്കാൻ മാത്രം ഒരിത്തിരി വെള്ളം, ഞാനിപ്പോൾ ഒരു 1/4 കപ്പിലും താഴെ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ശരിക്കും അവരതിൽ പറയുന്നത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കുറച്ച് എണ്ണയും ബേസായിട്ട് ഒഴിക്കാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ എണ്ണയുടെ അളവ് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം കുറച്ച് 1/4 കപ്പിലും താഴെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കണം. വിസിൽ കേൾപ്പിച്ച ഉടനെ തന്നെ പ്രഷർ റിലീസ് ചെയ്യാൻ വേണേ. റിലീസ് ചെയ്തില്ലെങ്കിൽ അത് ഫുൾ കുഴഞ്ഞു പോകും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പം ആ പ്രഷർ റിലീസ് പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. സാധാരണ പോലെ നമ്മളൊരു പാൻ അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പം ഞാൻ കുറച്ചൊരു ഉള്ളി ഇതിനകത്ത് നിന്നിട്ട് വഴറ്റുന്നുണ്ട്, എപ്പോഴും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ചത് ഇതിനകത്തോട്ട് തട്ടി നല്ലോണം ഒന്ന് നമുക്ക് എത്രമാത്രം ഫ്രൈ ആവണോ അത്രയും ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നമുക്കിതിപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് തോന്നും, പക്ഷെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഭയങ്കര ഈസിയാണ്. ഞാനിപ്പോൾ അവിയൽ എല്ലാം ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിലിട്ട് വേവിച്ച് പിന്നെ അത് ഇപ്പുറത്തേക്കിട്ട് കുറേ സമയം പിടിക്കില്ല. അല്ല ചിലപ്പോൾ പാനിൽ തന്നെ ഇട്ട് നമ്മൾ അടച്ച് വെച്ച് കുറേ സമയം എടുക്കും വേവാൻ. അപ്പം എല്ലാവരും പറയും അങ്ങനെ വേവിക്കുന്ന ടേസ്റ്റ് എന്നൊക്കെ പറയും. എനിക്കറിയില്ല, എനിക്ക് പക്ഷേ ഇതിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനം നമ്മുടെ പണി വളരെ വേഗം കഴിയും. എത്ര നേരം എന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ രാവിലെ തൊട്ട് അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിലും നമുക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. അടിയിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ആ അടി പിടിക്കാതിരിക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഞാൻ പറഞ്ഞില്ല അവിയൽ ഇതിൽ ചെയ്യാറുണ്ട്. പിന്നെ മുട്ടക്കറിക്ക് മറ്റേ മസാല ഉണ്ടാക്കുമല്ലോ, ഉള്ളി ഇട്ടിട്ടുള്ള, അത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു രീതി തന്നെയാണ്. ഈ ഒരു കുക്കറിൽ ഈ ഒരു രീതി തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു പ്രാവശ്യം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ആവശ്യത്തിന് മൂപ്പിച്ച് മുരിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലവ് യു ഡിയേഴ്സ്, ബൈ.